ഇന്നൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പരലോക സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് പരിശുദ്ധ റമദാനിൽ രണ്ടത്ഭുതങ്ങളാണ് ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. അതിലൊന്ന്, ഇന്നുവരെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പകരം കൊണ്ടുവരാനോ തകർക്കാനോ സാധിക്കാത്ത പടച്ച റബ്ബിന്റെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ അവതരണം. മറ്റൊരു മഹാത്ഭുതം, കേവലം ചെറിയ ഒരു സൈന്യത്തെയും കൊണ്ട് ഭൂരിപക്ഷ അവിശ്വാസികൾക്ക് നേരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ നടന്ന ബദർ യുദ്ധം. ഇന്ന് കാണുന്ന ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഏറെ കാരണമായ, ഇന്നും ശത്രുക്കൾക്ക് ഉത്തരം കിട്ടാത്ത, ഇന്നും വിശ്വാസി സമൂഹത്തിന് ദൈവീകത ബോധ്യപ്പെടുന്ന ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. കാരണം ചെറിയ പട്ടിണിപ്പാവങ്ങളായ 313 314 സഹാബാക്കളെയും കൂട്ടി 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തോട് ആദർശത്തിന്റെ ശുദ്ധി കൊണ്ടും വിശ്വാസത്തിന്റെ കൂർമ്മത കൊണ്ടും എക്കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തിന് ഓർക്കാനുള്ളൊരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം. പക്ഷെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനായിരുന്നു ആ ബദർ? എന്തായിരുന്നു അന്ന് ബദറിന്റെ രണാങ്കണത്തിൽ സംഭവിച്ചത്? ബദർ എന്ന യുദ്ധത്തിലേക്ക് മുസ്ലിം സമൂഹവും അന്ന് പേരുകൊണ്ട് ഇസ്ലാമായിരുന്ന ഖുറൈശ് ഗോത്രക്കാരും എന്തുകൊണ്ടാണ് ബദർ യുദ്ധത്തിലേക്ക് എത്തിയത്
ഇന്നുള്ള ബഹുഭൂരിപക്ഷ മുസ്ലിം സമൂഹത്തിനും അറിവില്ല എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും സങ്കടകരമായൊരവസ്ഥ. ആ അറിവില്ലായ്മ കൊണ്ട് കാണിച്ചുകൂട്ടുന്ന ബിദ്അത്തുകളാണ് ഇന്ന് അസർ നമസ്കാരശേഷം പല പള്ളികളിലും പല നാടുകളിലും നടക്കാൻ പോകുന്നതും. എന്തിനു ബദർ സംഭവിച്ചു എന്ന യഥാർത്ഥ കാരണം തിരിച്ചറിയുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ഇന്ന് ബദരീങ്ങളുടെ പേരിൽ കഴിക്കുന്ന ആണ്ടോ ബദറുമാലയോ ബദറു റാത്തീബോ ഇത്തരത്തിലുള്ള ഒരു ആചാരത്തിലേക്കും പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്തിനായിരുന്നു ബദർ എന്നറിയണമെങ്കിൽ ആദ്യം ജാഹിലിയത്ത് അറിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിന്റെ മുൻപുള്ള കാലഘട്ടത്തിനാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. അന്ന് ബഹുഭൂരിപക്ഷം ആളുകളും മക്കയിലുള്ളത് മുസ്ലിമീങ്ങൾ തന്നെയാ. അവർ അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ തന്നെയാ. അവർ കഅബാലയം പരിപാലിച്ചവരാ. അന്ന് റബ്ബിൽ അവർക്ക് വിശ്വാസമുള്ളതോടൊപ്പം അള്ളാഹു അല്ലാത്ത ചില ആളുകളോടും അവർ പ്രാർത്ഥന നടത്തിയിരുന്നു. അങ്ങനെ പ്രാർത്ഥന നടത്താൻ വേണ്ടി ആ ആളുകൾ ചെന്നിരുന്നത് മക്കയിൽ ജനിച്ചു വളർന്ന് മരിച്ചുപോയ ഒരു പുണ്യമനുഷ്യനായ ലാത്ത എന്ന പേര് നിശ്ചയിക്കപ്പെട്ടൊരു വ്യക്തിയുടെ കബറിങ്കലേക്കായിരുന്നു. ആ കബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും ലാത്തേ കാക്കണേ, ലാത്തേ നിങ്ങളെ ബർക്കത്തോണ്ട് ഞങ്ങളെ രക്ഷിക്കണേ, ലാത്തേ നിങ്ങളുടെ ഹക്ക് ജാഹ് കൊണ്ട് ഞങ്ങൾക്ക് യാത്ര എളുപ്പമാകണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന രീതി കണ്ടപ്പോഴായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ അതിനോട് വെറുപ്പ് തോന്നുകയും മുഹമ്മദ് എന്ന പേരുള്ള ആ ചെറുപ്പക്കാരൻ ഹിറാ ഗുഹയിൽ ചെല്ലുന്നതും പിന്നീടാണ് റബ്ബിന്റെ നുബുവത്ത് കിട്ടുന്നതും ആ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടതും. ആ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആദ്യം പറഞ്ഞ വാക്ക് കള്ളുകുടിയന്മാരോട് കുടിക്കല്ലേ, വ്യഭിചാരികളോട് വ്യഭിചരിക്കരുതേ എന്നല്ല, മറിച്ച് നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് പകരം നിങ്ങൾ ഈ കബറിങ്കൽ പോയി പ്രാർത്ഥിക്കാനോ ആ മരണപ്പെട്ട വ്യക്തിയോട് സുജൂദ് ചെയ്യാനോ സഹായം ചോദിക്കാനോ പാടില്ല. അന്നു മുതൽ പ്രവാചകന്റെ എതിരായി മക്കയിൽ ഭൂരിപക്ഷം ആളുകളും. കാരണം അവർക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അവർ കബർ പൂജകരായിരുന്നു. ആദ്യം മുതൽക്കേ അള്ളാന്റെ പദവിനെ അവർ ദുരിതപ്പെടുത്തി. ഒരുപാട് പ്രയാസം റസൂലിന്റെ നേരെ വന്നപ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്ന നബിയെ അവർ കൊല്ലും, അതുകൊണ്ട് താങ്കൾ മദീനയിലേക്ക് നാടുവിടണം. ഇസ്ലാമിക ലോകത്ത് പ്രവാചകൻ നാടുവിടാൻ ഒരു കാരണമുണ്ടെങ്കിൽ അത് മക്കയിലെ സാമ്പത്തിക തട്ടിപ്പല്ല, മക്കയിൽ ഏതെങ്കിലും കുടുംബത്തോട് അനാദരവ് ചെയ്തതല്ല, ഏതെങ്കിലും സ്ത്രീകളോട് വാഗ്ദാനം കൊടുത്ത് ആരുമറിയാതെ നാടുവിട്ടതല്ല. ഒരൊറ്റ കാരണം, ലാത്ത എന്ന മനുഷ്യന്റെ കബറിങ്കൽ പോയി തേടരുതേ എന്ന് ആ ജനതയോട് പറഞ്ഞപ്പം അവർ കൊല്ലും എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ റബ്ബിന്റെ കൽപ്പന പ്രകാരം പ്രവാചകനും കൂടെ വിശ്വസിച്ചവരും മദീനയിലേക്ക് നാടുവിട്ടു. ആ അവസരം മുതലാക്കുന്ന ശത്രുക്കൾ നാടുവിട്ട സ്വഹാബത്തിന്റെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു. കോടിക്കണക്കിന് സ്വത്തുള്ള സ്വഹാബത്തുണ്ട്, സുദ്ദീഖുൽ അക്ബർ അടക്കമുള്ള ആളുകളുടെ സ്വത്തുക്കൾ. ഇതെല്ലാം കൊള്ളയടിച്ച് അവർ സ്വന്തം വരുതിയിലേക്ക് കൊണ്ടുവന്ന് അന്ന് മക്കയിലെ നേതാക്കന്മാരായിരുന്ന അബൂ സുഫിയാനും കഅബ പരിപാലിച്ചിരുന്ന അബൂജഹലും അടക്കം ഒരു തീരുമാനമെടുത്തു, മുഹമ്മദ് മദീനയിൽ ചെന്ന് വളർന്നാലും നമുക്ക് ഭാരമാകും, അതുകൊണ്ട് മുഹമ്മദിനെ മദീനയിൽ ചെന്ന് കൊല്ലണം. അതിന് നമുക്ക് സാമ്പത്തികം വേണം. മുഹമ്മദിന്റെ അനുയായികൾ ഉപേക്ഷിച്ച സ്വത്തെടുത്ത് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ലാഭമുണ്ടാക്കാൻ ഖുറൈശ് ജനത അബൂ സുഫിയാനെ ഷാമിലേക്ക് അയച്ചു. ആ വിവരം മദീനയിൽ അറിഞ്ഞ പ്രവാചകൻ സ്വഹാബത്തിനോട് പറഞ്ഞു, നമ്മുടെ സമ്പത്ത് നമുക്ക് തിരിച്ചെടുക്കണം. സ്വഹാബാക്കളെയും കൂട്ടി പ്രവാചകൻ അബൂ സുഫിയാൻ ഷാമിലേക്ക് പോകുന്നത് കാത്തുനിന്നു. പക്ഷെ 15 ദിവസം അള്ളാന്റെ ഹബീബ് തെരഞ്ഞു, അബൂ സുഫിയാനെ കണ്ടില്ല. മറ്റൊരു മാർഗത്തിലൂടെ അബൂ സുഫിയാൻ ഷാമിലേക്ക് പോയി. 15 ദിവസത്തിന് ശേഷം ഹബീബായ നബിത്തങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങി. പിന്നീട് അങ്ങോട്ട് 3 മാസത്തിന് ശേഷം വീണ്ടും അള്ളാന്റെ ഹബീബിന് വിവരം കിട്ടി, ഷാമിലേക്ക് കച്ചവടത്തിന് പോയ അബൂ സുഫിയാൻ ആ സ്വത്തുപയോഗിച്ച് വമ്പിച്ച ലാഭമുണ്ടാക്കുകയും ആ ലാഭവുമായി തിരിച്ച് മക്കയിലേക്ക് തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ കൂടെ വിശ്വസിച്ച 300-ൽ പരം സഹാബത്തിനെയും കൂട്ടി നബി തങ്ങൾ ആ കച്ചവട സംഘത്തെ പ്രതിരോധിച്ച്
ആ സ്തംഭത്തിന് വേണ്ടി പുറപ്പെട്ടു. വിവരമറിഞ്ഞ അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ നേരെ മക്കയിലേക്ക് പുറപ്പെട്ടു. ബദർ എന്ന സ്ഥലത്ത് വെച്ച് അബൂ സുഫിയാൻ ഈ വഴി പോകും എന്ന പ്രതീക്ഷയിൽ പ്രവാചകനും സഹാബത്തും അവിടെ കാത്തിരുന്നു. ആ കൂട്ടത്തിൽ പട്ടിണിക്കാരാണ് ഭൂരിപക്ഷവും. റമളാനിന്റെ പകലിലാണ് അവർ വരുന്നത്. കത്തിയാളുന്ന വെയിലത്ത് കാൽപാദം മണലിലേക്ക് തോഴ്ന്നു പോകാതിരിക്കാൻ കാലിന്റെ അടിയിൽ ഈത്തപ്പനയുടെ പാള പോലും കെട്ടിവെച്ചിരുന്നു എന്ന് ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ബദറിൽ ശത്രുക്കളെ കാത്തുനിൽക്കുന്ന അബൂ സുഫിയാനെ കാത്തുനിൽക്കുന്ന പ്രവാചകൻ അറിയുന്നില്ല അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന്. മക്കയിലെത്തിയ അബൂ സുഫിയാൻ മുഹമ്മദ് ഞങ്ങളെ പ്രതിരോധിക്കാൻ വരുന്ന വാർത്തയറിഞ്ഞ് തന്റെ ജ്യേഷ്ഠൻ അബൂജഹലിനോട് കാര്യം പറഞ്ഞു. ഉടനെ അബൂജഹൽ ഒരു തീരുമാനമെടുത്തു, എങ്കിൽ ബദറിൽ വെച്ച് അബൂജഹലിന്റെ നേതൃത്വത്തിൽ മുഹമ്മദിനെ ഞങ്ങൾ കൊല്ലും. അങ്ങനെയുള്ള തീരുമാനത്തിൽ 900 പടയാളികൾ, 700 ഒട്ടകങ്ങൾ, 100 കുതിരകൾ, 50 നർത്തകിമാർ, സുഭിക്ഷമായ ഭക്ഷണ സാധനങ്ങളുമായി അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ബദറിലേക്ക് പുറപ്പെട്ടു. ഒരു നേരം ഇരുട്ടി വെളുത്തപ്പോ നബിത്തങ്ങൾ കണ്ണു തുറക്കുന്നത് 900-ൽ പരം വരുന്ന അബൂജഹലിന്റെ ശത്രു സൈന്യത്തിന്റെ നേരെ. എന്ത് ചെയ്യണമെന്നറിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയും റബ്ബിന്റെ ധൈര്യപ്രകാരം സ്വഹാബത്തിന്റെ ധൈര്യത്തോടുകൂടി അബൂജഹലിന്റെ സൈന്യത്തെ നേരിടുകയും 314 സഹാബാക്കളിൽ 17 പേരുടെ ഷഹീദോടുകൂടി 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തിന്റെ നേരെ ആദർശശുദ്ധി കൊണ്ടും വിശ്വാസക്കരുത്തുകൊണ്ടും പ്രവാചക സ്വഹാബത്ത് നേടിയ വിജയമാണ് ബദർ. ആ ബദറിന്റെ ചരിത്രം അടിസ്ഥാനപരമായി എന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് ലോകത്തുള്ള സലവ ഉലമാക്കളും ഷിയാക്കളും ഖവാരിജുകളുമല്ലാത്ത മുഴുവൻ ഉലമാക്കളും ലോകത്തിന് കൊടുത്തൊരു മറുപടി അത് തൗഹീദ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു. കാരണം ബദറിലേക്ക് 900 ശത്രു സൈന്യത്തെ കൺമുൻപിൽ കാണുന്ന തിരുദൂതൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദു ഫിൽ അർളി അബദ. റബ്ബേ, നീയെങ്ങാനും ഞങ്ങളുടെ ഈ കുഞ്ഞു സൈന്യത്തെ നശിപ്പിച്ചാൽ, എന്റെ ഈ പട്ടിണി കിടക്കുന്ന സഹാബത്തിനെ ഈ ബദറിൽ വെച്ച് നീ നശിപ്പിച്ചാൽ, ലൻ തുഅബദു ഫിൽ അർളി അബദ, നിന്നെ മാത്രം ആരാധിക്കുന്ന, റബ്ബിനെ മാത്രം വിളിക്കുന്ന, അല്ലാഹുമ്മ എന്ന് മാത്രം വിളിക്കുന്ന, എനിക്കെന്റെ റബ്ബ് മതി എന്ന് പറയുന്ന ഒരു സംഘം ഇവിടെ വെച്ച് തീർന്നു പോകും റബ്ബേ. പിന്നെ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നവരുണ്ടാകില്ല. ലാത്തന്റെ അരികിൽ പോകുന്നവരും മരിച്ചവനോട് പ്രാർത്ഥിക്കുന്നവരുമേ ഈ ഭൂലോകത്ത് ബാക്കിയുണ്ടാകൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥനയായിരുന്നു ബദറിന്റെ കാരണം. അതുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഒരിക്കലും ഖുറൈശികൾ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരല്ല. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. റസൂലിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന അബൂജഹലും അബൂ സുഫിയാനും അബൂലഹബും അടക്കം, അബൂ ത്വാലിബ് അടക്കം, അബ്ദുൽ മുത്തലിബ് അടക്കം, അന്ന് മക്കയിലെ ഭൂരിപക്ഷ മുശ്രിക്കീങ്ങളെന്ന് വിളിക്കപ്പെട്ട പ്രവാചകന്റെ കുടുംബം ഖുറൈശ് ഗോത്രത്തിന് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. കാരണം അവർ കഅബനെ പരിപാലിച്ചതവരാ. കഅബ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ റബ്ബെന്ന് പറയും. മഴ നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ അവർ റബ്ബെന്ന് പറയും. ആരാണ് മഴത്തുള്ളികൾ നിക്ഷേപിച്ചതെന്ന് ചോദിച്ചാൽ റബ്ബെന്നവർ പറയും. ആരാണ് മനുഷ്യകുലത്തെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ റബ്ബെന്ന് പറയും. പക്ഷെ ആ റബ്ബിനോട് വിശ്വാസമുള്ളതോടൊപ്പം അവർ അള്ളാഹു അല്ലാത്ത മഹാന്മാരോടും സഹായം ചോദിച്ചിരുന്നു. ലാത്തയുടെ കബറിങ്കൽ പോയി സഹായം തേടിയിരുന്നു. ഉസ്സ എന്ന മരത്തെ അവർ പൂജിച്ചിരുന്നു. ഉസ്സ എന്ന മരത്തോട് അവർ ദുആ നടത്തിയിരുന്നു. സഹായം ചോദിച്ചുകൊണ്ട് അവർ മറ്റു പലരുടെ നേരെയും പോയപ്പോയായിരുന്നു റബ്ബ് ഓർമ്മപ്പെടുത്തിയത് പ്രവാചകരെ, വഹും മുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരാ. ആ തിരുത്തലോടുകൂടി പ്രവാചകൻ ആ ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തി കൊടുത്തു, നിങ്ങൾ അള്ളാഹുവിനോട് വിളിക്കാവൂ, റബ്ബിനെ സഹായത്തിന് ചോദിക്കാവൂ. അവർ തിരിച്ചു പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾക്കതിന് അള്ള വലിയവനാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. പിന്നെ ലാത്തയെപ്പോലെ ഉസ്സയെപ്പോലെ ഈ മഹാന്മാരായ ആളുകളൊക്കെ റബ്ബിന് ഇഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കൂലേ? ഒരു തെറ്റും ചെയ്യാത്ത, നാട്ടിലൊക്കെ എല്ലാവർക്കും വെള്ളം കൊടുത്ത, ഒരാളെ കൊണ്ടും അഭിപ്രായക്കേട് പറയിപ്പിക്കാത്ത സ്വാലിഹീങ്ങളായ ലാത്തയൊക്കെ അള്ളാന്റെ അടുത്ത് മോശാണെന്നാണോ മുഹമ്മദ് നീ പറയുന്നത്? അങ്ങനെയുള്ള ലാത്തനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ലാത്ത ഞങ്ങൾക്ക് തരുന്ന് വിചാരിച്ചിട്ടല്ല,
മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഞങ്ങൾ ഇങ്ങനെ ലാത്തന്റെ ആളാമൊക്കെ പറഞ്ഞ അള്ളാന്റെ അടുത്ത് ഞങ്ങൾക്കൊരു പ്രത്യേക സ്ഥാനം കിട്ടും. ആ സ്ഥാനം ഞങ്ങൾക്ക് എളുപ്പം ഉത്തരം കിട്ടാൻ കാരണമാകും. ആ ചോദ്യത്തിന് മറുപടിക്കും നബിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു, ഇന്ന റബ്ബി കരീബുൻ മുജീബ്. അതിന് അല്ലാഹു നിങ്ങളെ വിട്ട് ദൂരത്തല്ല, ഇടയാളനിലൂടെ അള്ളാന്റെ സാമീപ്യം കിട്ടാൻ അള്ളാഹു നിങ്ങളുടെ അടുത്തുള്ളവനാ. കരീബുൻ മുജീബ്, ഖണ്ഡനാടിയേക്കാൾ അടുത്തുള്ള റബ്ബിലേക്ക് നിങ്ങൾ അടക്കാള വെക്കരുത്. ഒരു ശേഖിനെയും ഒരു തങ്ങളെയും ബീവിയെയും വെക്കരുത്. ഒരു മഹാന്മാരെയും അതിന്റെ ഇടക്ക് നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല. ആ പറച്ചിലോടുകൂടി മക്കക്കാര് പ്രവാചകനെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇനിയും സംസാരിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലും. ഇതായിരുന്നു ബദർ യുദ്ധത്തിന്റെ അടിസ്ഥാനം. എങ്കിലും ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ മനുഷ്യന്റെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ? ലോകത്ത് പ്രവാചകൻ തൗഹീദിന് വേണ്ടി അടരാടിയ ബദറിൽ ഷഹീദായി വീണ അതേ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്നവർ, നിന്റെ ബദരീങ്ങളെ കാക്കണേ, നിന്റെ മമ്പർത്ത തങ്ങളെ കാക്കണേ, നിന്റെ ഷെയ്ഖെ കേൾക്കണേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നവർ. ഇക്കഴിഞ്ഞ ദിവസം പോലും ഒരു കാറ് മറ്റൊരു വാഹനത്തെ ഇടിക്കാനൊരുങ്ങുമ്പോ ആ കാറിന്റെ ഉള്ളിലുള്ള ഒരു ഉമ്മ പടച്ചോനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്താണെന്നറിയോ? നിന്റെ മമ്പർത്തങ്ങൾ പാപ്പേ എന്ന് വിളിക്കുന്ന വിളി, അതിന്റെ പേരിലുള്ള മൗലൂദ്, ബദറിന്റെ മാലകള്, ബദരീങ്ങളുടെ പേരിൽ പ്രത്യേകമായ ആചാര അറവുകള്, അതിന്റെ ഇറച്ചി വിതരണങ്ങള്, അതിന്റെ ചോറ് വിതരണങ്ങള്. എന്നിട്ട് അതേ രീതിയിൽ തന്നെ ആ ബദരീങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ റബ്ബോർമ്മപ്പെടുത്തി, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, നിങ്ങൾക്ക് നിങ്ങളെ റബ്ബ് മതി, ലഹുൽ മുൽക്കു, അവനാ നിങ്ങളെ പടച്ചോൻ, വലാ തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ കിത്മീർ. കാരക്കയുടെ ഉള്ളിൽ അതിന്റെ വേരിനോട് കുരുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത മനുഷ്യരോട് നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ, അവരൊക്കെ മരിച്ചുപോയവരാ. നബിത്തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. മുൻഗാമികളിൽ എല്ലാവരും മരിച്ചിട്ടുണ്ട്, ഞാനും മരിക്കും. അതുകൊണ്ട് മരിച്ചവരോട് നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ. അവരല്ലാന്റെ അടുത്ത് ജീവിക്കുന്നവരാവാം, റബ്ബ് അവർക്ക് കൊടുത്ത പദവി കവറിലുണ്ടാവാം. പക്ഷെ അവരോട് ചോദിക്കാൻ, അവരോട് പ്രാർത്ഥിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലോകത്തേറ്റവും നല്ല ഔലിയ മഹാൻ നബി തങ്ങൾ കബർ കടക്കുമ്പോ പ്രവാചകന്റെ മക്കളോ പേരക്കുട്ടികളോ മരുക്കളോ റസൂലിനെ പ്രാണനെ പോലെ സ്നേഹിച്ചവരോ നബി തങ്ങളുടെ കബറിങ്കൽ വന്ന്, നബി തങ്ങളെ നിങ്ങൾ ഞങ്ങളെ യാത്ര എളുപ്പാക്കണേ, നിന്റെ തങ്ങളെ എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, മരിച്ചവര് നിങ്ങളെ പ്രാർത്ഥന കേൾക്കില്ല. ഇനി നിങ്ങളെ ഒരു സമാധാനത്തിന് കേട്ടു എന്ന് കരുതുക, അവർക്ക് തിരിച്ച് നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളെ കബറിന്റെ ഉള്ളിൽ എന്തെങ്കിലും കേൾപ്പിക്കാനോ പറ്റുകയില്ല. എന്നാൽ ഹയ്യുൽ ഖയ്യൂമായ റബ്ബിനോട് നിങ്ങൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊക്കെ പറയുമ്പോഴും ചില ആളുകൾ പറയും, ഞങ്ങൾ ബദരീങ്ങളെ സ്നേഹിക്കുന്നല്ലേയുള്ളൂ, അവര് ഞങ്ങൾക്ക് നേരെ ആരോപിക്കുകയാ, ഞങ്ങൾ ദുആ നടത്താറില്ല, പ്രാർത്ഥിക്കാറില്ല. ഇന്ന് ലോകത്ത് പ്രസിദ്ധമാക്കപ്പെട്ട, കേരളത്തിൽ പോലും സുഭിക്ഷമായി സുലഭമായി പാടിക്കൊണ്ടിരിക്കുന്ന ബദർമാലയിൽ, ബദർ മൗലൂദിൽ ഒരു വരി നമുക്കിങ്ങനെ കാണാം. എല്ലാ വരികളും അപകടകരമാണ്. ഒരു വരി നമുക്കിങ്ങനെ കാണാം, വകം മിൻ ദില്ലത്തിൻ ഹസലത് വകം മിൻ ഖുർബത്തിൻ സാലത് ബിദിക്രി അഹ്ലിൽ ബദരി യാ സയ്യിദതി. ഇതിന്റെ പച്ച മലയാളത്തിലേക്കുള്ള അർത്ഥം, വകം മിൻ ദില്ലത്തിൻ ഹസലത്, എത്രയെത്ര പ്രയാസങ്ങളാണ് നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് നീങ്ങിക്കിട്ടിയത്. വകം ഖുർബത്തിൻ സാലത്, എത്രയെത്ര കഷ്ടതകളാണ് നിങ്ങൾ ഞങ്ങൾക്ക് നീക്കിത്തന്നത്. ബിദിക്രി അഹ്ലിൽ ബദരി, ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെ നിങ്ങളോടുള്ള ദിക്റ് കൊണ്ട്, നിങ്ങളെ കൊണ്ടുള്ള ദിക്റ് കൊണ്ട് ഞങ്ങൾക്കിതൊക്കെ നീക്കി കിട്ടിയ സാദത്തി, ഞങ്ങളെ നേതാക്കളെ, നിങ്ങളാണ് ഞങ്ങളെ എല്ലാ പ്രശ്നത്തിൽ നിന്നും കഴിച്ചിലാക്കിയത്. ഇതാണ് അബദ്ധവിശ്വാസം. കാരണം ബദരീങ്ങളെ ബദറിൽ സഹായിച്ചത് റബ്ബ. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും എന്ന് റബ്ബിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പ്രവാചകരെ ഒരു പിടി മണൽ വാരുകയും ശത്രുവിന്റെ നേരെ എറിയുകയും ചെയ്യുക. ആ പിടിവാരി എറിഞ്ഞ മണലിന്റെ മറവിൽ ആയിരക്കണക്കിന് മലക്കുകൾ ബദറിലേക്ക് പുറപ്പെട്ടെന്നും ആ മലക്കുകളുടെ സഹായം കൊണ്ടാണ് റബ്ബ ജനതയെ ജയിപ്പിച്ചതെന്നും വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറയുമ്പോ, ഈ ബദരീങ്ങളെ കൊണ്ട് ഞാക്കിതൊക്കെ കിട്ടി, അതുകൊണ്ട് ബദരീങ്ങളെ നിങ്ങൾ അക്കിജാവ് ബർക്കത്ത് കൊണ്ട് ഞാക്ക് കുറച്ച് പുണ്യം കൂടി കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തരിച്ച ഖുറാഫാത്തും വലിയ അബദ്ധ ശിർക്കുമാണെന്ന് ലോകത്ത് സർവ്വ ഉലമാക്കളും രേഖപ്പെടുത്തി. ആ പാരായണമാണ് ഇന്ന് രാത്രി മുതൽ
പള്ളി മിമ്പറുകളിലും മിനാരങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതായിരുന്നു ബദറിന്റെ ഒരു കാരണം. രണ്ടാമത്തെ ബദറിലുള്ള നമുക്കുള്ള സന്ദേശം കൃത്യമായി അള്ളാഹുവിനെയും പ്രവാചകനെയും അവർ അനുസരിച്ചു എന്നുള്ളതാ. എണ്ണം കുറവായിരുന്നു, ഭൂരിപക്ഷ പേരും പട്ടിണിയായിരുന്നു, ഭൂരിപക്ഷ പേരും മുഴുവൻ പേരും നോമ്പ് നോറ്റവരായിരുന്നു. വിജനമായ തണലില്ലാത്ത മരുഭൂമിയിൽ ലോകത്തിന്റെ റസൂലുള്ള വിളിച്ചപ്പോഴേക്കും എല്ലാം മറന്ന് അവർ പ്രവാചകന്റെ കൂടെ കൂടി. 900 ശത്രു സൈന്യത്തെ മുൻപ് കണ്ടപ്പോ നബിത്തങ്ങളുടെ ഹൃദയത്തിൽ പോലും വല്ലാത്തൊരു സങ്കടം വന്നിരുന്നു. അതുകൊണ്ടായിരുന്നു ആ ബദറിൽ യുദ്ധത്തിന്റെ തൊട്ടു മുൻപ് മദീനയിൽ നിന്നും തന്റെ കൂടെ വന്ന കൂടുതലുള്ള മദീനക്കാരായ സ്വഹാബാക്കളോട് നബിത്തങ്ങൾ വിനയത്തോടെ ചോദിച്ചു, യുദ്ധം ചെയ്യണോ മടങ്ങിപ്പോണോ? സ്വഹാബത്ത് ചോദിച്ചു, എന്ത് ചോദ്യ റസൂലേ, യുദ്ധത്തിനല്ലേ നമ്മൾ വന്ന്? നബിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു, അതുകൊണ്ടല്ല, അഥവാ നമ്മൾ മുഴുവൻ പേരും വധിക്കപ്പെട്ടേക്കാം, 314 പേരും വധിക്കപ്പെട്ടേക്കാം. പക്ഷേ ഒരാൾ പോലും പിന്നെ മദീനക്കാര് പറയരുത്, മക്കേന്ന് വന്ന മുഹമ്മദ് മദീനേന്ന് കുറെ ആളെ കൂട്ടിക്കൊണ്ടോന്ന് ബദറിലിട്ട് കൊന്നുകളഞ്ഞു എന്നെന്റെ പേരിൽ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല. അന്ന് പ്രവാചകന്റെ കൂടെ കൂടിയ വെറും 2 കൊല്ലം മാത്രം ഇസ്ലാമിന്റെ ആയുസ്സുള്ള, തന്റെ ജീവിതത്തിൽ 2 വർഷത്തിന്റെ മുൻപ് മാത്രം ഇസ്ലാം സ്വീകരിച്ച സഅദ് ബിൻ മുആദ് എന്ന ചെറുപ്പക്കാരൻ പ്രവാചകന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പ്രവാചകരെ, കഴുത്തിന്റെ മുകളിലേക്ക് ഞങ്ങളെ തല അവിടെ ഇല്ലാതിരിക്കുകയും ഞങ്ങളെ മയ്യത്തിൽ നിന്ന് കഴുകന്മാർ മാംസം കൊത്തിവലിക്കുന്നത് കാണുന്നതുവരെ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും നബിയെ. ഒരിക്കലും മൂസാ നബിയുടെ ജനത മൂസാന്റെ മുഖത്തോക്കി പറഞ്ഞ വാക്ക് ഞങ്ങളാ നാണം കെട്ട വാക്ക് പറയൂല. കാരണം ഫിറൗനോട് യുദ്ധത്തിന് പോകാൻ നേരത്ത് മൂസാ നബിന്റെ ജനത പറഞ്ഞു, മൂസ അൻതവ റബ്ബുക, ഈ എന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, നാളെ ചാവാനും മരിക്കാനൊന്നും കിട്ടൂല എന്ന് പറഞ്ഞ വാക്ക് ഞങ്ങൾ പറയൂല നബിയെ. അവസാന പെടച്ചിലിൽ ഞങ്ങളുടെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ ആ ജീവന്റെ അവസാന സെക്കൻഡ് വരെ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും. അങ്ങനെ സഫാക്കി നിർത്തുന്ന കൂട്ടത്തിൽ കൈകൊണ്ടുള്ള ഒരു വടികൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ പതുക്കെ റസൂൽ ഒന്ന് തൊടുകയും സവാദ് തിരിഞ്ഞു നിന്ന് റസൂലിനോട് കണക്ക് പറഞ്ഞു, എന്നെ അടിച്ച നിങ്ങൾ എനിക്ക് തിരിച്ചടിക്കണം. സഹാബാക്കൾ വെപ്രാളപ്പെട്ട് ദേഷ്യത്തോടെ നിൽക്കുമ്പോ കയ്യിലുള്ള വടി സവാദിന്റെ കയ്യിൽ കൊടുത്ത് തിരിച്ചടിക്കൂ എന്ന് പറയുമ്പോ കയ്യിലുള്ള വടി ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് പ്രവാചകന്റെ പൂമേനി വയറത്ത് അമർത്തി ഉമ്മ കൊടുക്കുന്ന സവാദിന്റെ മുഖത്ത് നോക്കി കണ്ണീരോടെ റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തേ സവാദ്? തിരിച്ചുള്ള മറുപടി, നബിയെ, ഇനി എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് ആയുസ്സുണ്ടോ എന്നുറപ്പില്ല നബിയെ. എന്റെ ശരീരത്തിന്റെ അവസാനത്തെ സ്പർശനം അങ്ങയുടെ ശരീരത്തിലാണെന്ന സന്തോഷത്തോടുകൂടി ഞാൻ ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയാണ് നബിയെ. അതായിരുന്നു ബദറിന്റെ രണ്ടാമത്തെ സന്ദേശം. അള്ളാഹുവിലും പ്രവാചകനെയും അനുസരിക്കുന്നതിലുള്ള മാതൃക. ഇതെനിക്ക് യോജിച്ചതല്ല, ഇതെനിക്കിപ്പോഴത്തെ കാലത്ത് പറ്റിയതല്ല, ഇതൊക്കെ ഇപ്പൊ മുഹമ്മദ് നബീന്റേത്, ഇപ്പൊ പറ്റുന്നതാണോ എന്ന് ചോദിക്കുന്ന ആധുനിക നവ ചിന്തകൾക്കുള്ള മറുപടി കൂടിയ ബദറിലെ ചരിത്രം എന്റെ ബുദ്ധിക്ക് യോജിക്കൂല. 314 900ന്റെ നേരെയോ എന്നൊക്കെ ആശങ്കപ്പെടുന്നവരുടെ മുൻപിൽ ഹക്കായി റബ്ബിന്റെ കൂടെ നിന്നാൽ ഏത് പ്രതിബന്ധങ്ങളെയും തിരുത്താൻ സാധിക്കുമെന്നും അത് റബ്ബിന്റെ കൽപ്പനയാണെന്നും ലോകത്തുള്ള ആളുകൾക്ക് തിരിച്ചറിഞ്ഞൊരു യുദ്ധം കൂടിയായിരുന്നു ബദർ യുദ്ധം. ബദറിന്റെ മൂന്നാമത്തെ ഏറ്റവും നല്ല സന്ദേശം കൂടിയാലോചനയായിരുന്നു. മുസ്ലിം സമൂഹത്തിന്റെ കൂടിയാലോചന. ഏത് കാര്യത്തിലും ഒരു സദസ്സുണ്ടാവാം, നേതൃത്വമുണ്ടാകാം. പക്ഷെ ഇന്ന് മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പദവിയുടെ പേരില. ആരും അങ്ങോട്ടിങ്ങോട്ടും അംഗീകരിക്കുന്നില്ല. ഓൻ പ്രസിഡന്റാണ്, ഞാൻ സെക്രട്ടറി അല്ലേ, ഓൻ ട്രഷററാണ്, ഞാൻ വൈസ് പ്രസിഡന്റ് അല്ലേ എന്നൊരു അങ്ങേയറ്റം ഒരു സ്വരച്ചർച്ചയില്ലായ്മയാണ് ഇന്നെല്ലാ പ്രശ്നങ്ങളുടെയും ആധാരം. പല വിഷയങ്ങളും തകർന്നു പോകാനുള്ള കാരണം, പല വലിയ ലക്ഷ്യങ്ങളും ഇല്ലാതെ തകർന്ന് തരിപ്പണമാകുന്നത് ആ കൂട്ടായ്മയില്ലായ്മയാ. പക്ഷേ നിബിധങ്ങൾ ആ 314 സഹാബത്തിനെയും കൂട്ടി ബദറിൽ ആദ്യം ഒരു ഈത്തപ്പനയുടെ അരികിലേക്ക് ചെന്ന് തമ്പടിച്ചു. അവിടെ തണലായിരുന്നു നബിത്തങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ കൂട്ടത്തിലുള്ള ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അത്ര പ്രസക്തനൊന്നുമല്ല. ഒരു സാധു മനുഷ്യൻ കിടന്ന കട്ടിൽ വിറ്റിട്ട് ഒരു കുന്തം വാങ്ങി. ആ കുന്തത്തിന് പിടിയില്ല, മൂർച്ചയുള്ള ഭാഗം മാത്രമേ ഉള്ളൂ. അതും പിടിച്ച് നബി തങ്ങൾ അരികിൽ വന്ന് ചോദിച്ചു, നബിയെ, റബ്ബ് പറഞ്ഞതാണോ ഈ മരത്തിന്റെ ചോട്ടിൽ നിൽക്കാൻ? അല്ല ഹബ്ബാബ്, എങ്കിൽ പ്രവാചകരെ അല്പം കൂടി 100 മീറ്റർ മുന്നോട്ട് പോയിട്ട് നമുക്ക് അവിടെ തമ്പടിക്കാം. എന്തേ ഹബ്ബാബ്? അവിടെ കിണറുണ്ട് നബിയെ, അവിടേക്കാണ് ശത്രുക്കൾ വരുന്നതെങ്കിൽ, അവരവിടെയാണ് തമ്പടിക്കുന്നതെങ്കിൽ നമുക്ക് തണലേ ഉണ്ടാവൂ നബിയെ, വെള്ളം ഉണ്ടാവൂല.
അവരത് ഉപരോധിക്കും. എന്നാൽ അവിടെ നമ്മൾ ആദ്യം തമ്പടിച്ച വെള്ളം നമുക്ക് കിട്ടും, അവർക്കത് തടയപ്പെടുകയും ചെയ്യും. അതൊരു നല്ല തീരുമാനാവൂലേ പ്രവാചകരെ? നബി തങ്ങൾക്ക് സന്തോഷം തോന്നി. ഹബ്ബാബിനെ അണച്ചൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, ഹബ്ബാബ്, റബ്ബിന്റെ വചനമാണ് താങ്കളുടെ നാവിലൂടെ വന്നത്. ഇതായിരുന്നു അംഗീകാരം. ഈ അംഗീകാരമായി ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഇല്ലാത്തു. പല വ്യക്തികൾക്കും അംഗീകരിക്കാൻ മടിയുള്ളതും. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം എങ്ങനെ യോജിക്കാൻ നോക്കിയാലും കഷണങ്ങളായി ചെതറിപ്പോകുന്നത് കാണാം. ബദറിന്റെ വിജയം അംഗീകാരത്തിന്റെയും കൂട്ടായ്മയുടെയും വിജയം കൂടിയ, ദീനിനു വേണ്ടിയിട്ടുള്ള, തൗഹീദിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ്മ. ആ ചരിത്രം കൂടി ഈ ബദർ എന്ന ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആത്യന്തികമായി അവസാനത്തെ സന്ദേശം ശുഭപ്രതീക്ഷ. നിരാശരാവേണ്ടതില്ല. ലോകത്തിന്റെ ഏത് ഭാഗത്ത് മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാലും, ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കേണ്ടി വന്നാലും ആത്യന്തികമായൊരു വിജയം അത് മുസ്ലിം സമൂഹത്തിന് അവകാശപ്പെട്ടതാ. ഈ ലോകത്തേത് ശത്രുക്കൾ ഉണ്ടാവട്ടെ, സയനിസ്റ്റുകൾ, സാമ്രാജ്യത്വകൾ, ജൂതന്മാർ, നസാറാക്കൾ, ആര് ഇസ്ലാമിനെതിരെ വരട്ടെ, അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, നിങ്ങളെ വിശ്വാസത്തിൽ നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അള്ളാനെ സഹായിക്കുകയും ചെയ്യുകയാണെങ്കിൽ, വയൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും, വയുസബ്ബിതു അഖ്ദാമക്കും, നിങ്ങളെ പാദങ്ങൾക്ക് അവൻ കരുത്ത് നൽകുകയും ചെയ്യും. അതിനെന്തു വേണം? റബ്ബിൽ അടിയുറച്ചു നിന്നിട്ടുള്ള ഒരു സ്ഥിരപ്പെട്ട വിശ്വാസത്തിന്റെ ഉടമകളാകണം. ആ തൗഹീദാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമാധാനം. എന്ന് തൗഹീദിൽ നിന്ന് നമ്മൾ അകന്നോ, അന്ന് മുസ്ലിം സമൂഹം ഭിന്നിച്ചു, തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങി. ഇന്നും ലോകത്ത് അലിയും വലിയുള്ള എന്ന് വിളിക്കുന്നവരും, അലി ശരീഅത്തിന്റെ പിന്നാലെ പോയവരും, ഷിയാക്കളും സുന്നി എന്ന ഭൂരിപക്ഷങ്ങളുമൊക്കെ ഈ അന്ധവിശ്വാസ അനാചാരത്തിലൂടെ പോകുമ്പോ പടച്ച റബ്ബിന്റെ ഒരു വാക്കുണ്ട്, അള്ള ദുനിയാവിലും ആഖിറത്തിലും വിജയം കൊടുത്തത് ളാഹിരീന അലൽ ഹഖ്, ഒരു ചെറിയ കൂട്ടത്തിന് മാത്ര. അവരെ ലക്ഷണം, അവരല്ലാന്റെ മാർഗത്തിൽ തൗഹീദിൽ എന്നെന്നും ഉറച്ചു നിന്നവരായിരിക്കും. ആ ഉറപ്പോടുകൂടി തൗഹീദിന്റെ വക്താക്കളാവാനാ ബദർ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ബദരീങ്ങൾ ആണ്ടയിക്കാനും, അന്ന് കുറെ പോത്തർച്ചുണ്ടാക്കാനും, എന്നിട്ട് അത് ആരും അറിയാണ്ട് വാങ്ങിക്കൊണ്ടുപോയി തിന്നാനും, രാത്രി തറാവി പോലും നിസ്കരിക്കാണ്ട് ക്യൂ നിൽക്കാനും, എന്നിട്ട് പള്ളി തോരണങ്ങൾ തൂക്കിയിട്ട് ആരെന്തോ പറയുന്നു പാടി കൂടെ പാടാനും അല്ല ബദരീങ്ങളുടെ ചരിത്രത്തിലെ മാതൃക. ബദരീങ്ങൾ അടിയുറച്ചു നിന്ന തൗഹീദ്, കൂട്ടായ്മ, പരസ്പര സ്നേഹം, പ്രവാചകൻ അംഗീകരിക്കൽ, ഇതെല്ലാം നമ്മളിലുമുണ്ടെങ്കിൽ ഈ രാവും പകലും 17ന്റെ പകലിലേക്ക് എത്തുമ്പം ആർജവത്തോടെ പറയാൻ പറ്റണം, നാദാ ഹസ്ബുനല്ലാ, എനിക്കെന്റെ റബ്ബ് മതി, നീ ആ റബ്ബെ വലിയവൻ. ആ അറിവാണ് ബദറിന്റെ ചരിത്രം. അത് നേടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ നമുക്കുള്ള വലിയൊരു ആയുധം പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഒരു പ്രാർത്ഥനയേക്കാൾ വലിയൊരായുധം റബ്ബിന്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കയ്യിലില്ല. നിമിഷ നേരം കൊണ്ടാണ് ഓരോരുത്തരുടെയും ജീവിതത്തിലെ തീരുമാനങ്ങൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 22 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ച് ഈ റമളാനിൽ മക്കളെ കൂടെ നോമ്പ് നോൽക്കണമെന്ന് പ്രതീക്ഷിച്ചു വന്നൊരു മനുഷ്യൻ ഇന്നേക്ക് 16 ദിവസമായി ആശുപത്രിയില, ലക്ഷക്കണക്കിന് രൂപ അവനാന്റെ കയ്യിൽ നിന്ന് പോയി. നിമിഷ നേരം കൊണ്ടാണ് പടച്ച റബ്ബിന്റെ തീരുമാനങ്ങൾ മാറി മാറി വരുന്നത്. നമ്മൾ എത്ര സൂക്ഷിച്ചാലും എതിരെ വരുന്നവന്റെ സൂക്ഷ്മതക്കുറവ് മതി നമ്മളെ ജീവിതത്തിൽ പരീക്ഷണങ്ങളായി തിരിച്ചടിക്കാൻ. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വരുന്നൊരു പ്രയാസം, പരീക്ഷണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ നിശ്ചയിച്ച റബ്ബിന്റെ ഖളാ അള്ളാഹു മാറ്റാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ലാ യുറുദ്ദുൽ ഖളാ ഇല്ല ദുആ. പ്രാർത്ഥന കൊണ്ടല്ലാതെ റബ്ബ് തീരുമാനിച്ചൊരു ഖളാ അള്ളാഹു മാറ്റൂല. ആ പ്രാർത്ഥനയാണ് റബ്ബിന്റെ അരികിലേക്ക് ഏറ്റവും സ്വീകരിക്കപ്പെടുന്നതും.
അതുകൊണ്ടാണ് നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. എന്തിന്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് ശരണം തേടുന്നു നാഥ. എന്ത്? മിൻ സവാലി നിഅമതിക, ഇപ്പൊ കിട്ടുന്ന ഈ സമാധാനം നീങ്ങിപ്പോണ്ടെന്നാ മതി. എന്നെങ്കിൽ കോടീശ്വരനാക്കൊന്നും വേണ്ട റബ്ബേ, ഇന്ന ഭയങ്കര മനുഷ്യനാക്കൊന്നും വേണ്ട, ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് നാഥ, സുഖേടൊന്നുമില്ല, റാഹത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ട്, വലിയ കടമൊന്നുമില്ല, ബാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് റബ്ബേ മിൻ സവാലി നിഅമതിക, നീ തന്നത്, നീ സമാധാനത്തോടെ എനിക്ക് അനുഭവിക്കാൻ തന്നത് ഇനി തിരിച്ചെടുക്കരുത്. കാരണം ഒന്ന് പടച്ചോൻ കൊണ്ടുപോയാ തീർന്നു കഥ. എന്തെങ്കിലും ഒരു അവയവം അള്ള പ്രവർത്തനം നിലപ്പിച്ചാൽ അതോടെ തീർന്നു, പിന്നെ ആശുപത്രിയേറ്റ് കെട്ടിമറിയേണ്ടി വരും. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് അത്രയേറെ ശക്തിയുണ്ട് എന്ന് പറയാനുള്ള കാരണം. ആ പ്രാർത്ഥന റബ്ബിന്റെ അരികിലേക്ക് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു മാസത്തിലൂടെ, ദിവസത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന 10 ഏഴാൻ ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് വന്ന് റബ്ബ് കൈ നീട്ടുന്ന ഏറ്റവും മനോഹരമായ ദിവസത്തിലേക്ക്. ആ ദിവസം റൂട്ടുകളിൽ തീർക്കുന്നവർ, പാർക്കുകളിൽ തീർക്കുന്നവർ, ഷോപ്പിംഗ് മാളിൽ തീർക്കുന്നവർ, അതിനേക്കാളേറെ തിന്നും കുടിച്ചും രവിച്ചും ആസ്വദിച്ചും രാവ് പകലാക്കുന്നവർ, നാഥന്റെ നേരെ കൈനീട്ടി നാഥ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നീയാണ് റബ്ബേ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ, ചെയ്തു പോയിട്ടുണ്ട് നാഥ 1000 പാപങ്ങൾ. നമ്മളാരും മൗസൂമിങ്ങളൊന്നുമല്ല, വലിയ മുത്തഖീങ്ങളൊന്നുമല്ല. നിസ്കരിക്കലും നോമ്പോൽക്കലൊക്കെ ഉണ്ടെങ്കിലും നാവുകൊണ്ടും സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നവര്. അതുകൊണ്ട് റബ്ബേ ചെയ്തതെല്ലാം നിന്റെ മുൻപിലേക്ക് ഞാൻ ഏറ്റുപറഞ്ഞു എന്ന് ഹൃദയം തുറന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങൾ. അള്ളാന്റെ നബി തങ്ങൾ പോലും ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു. ഇന്ന് നേരം വെളുത്തിട്ട് വേണ്ട, കഴിഞ്ഞ 10 ദിവസത്തിന്റെ ഇടയ്ക്ക് ഒരു 100 തവണ പറഞ്ഞ പോലെ എത്ര ആളുണ്ട്? അങ്ങനെ ഹൃദയം റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ട നിമിഷങ്ങൾ, സമയങ്ങൾ, പ്രാർത്ഥനയുടെയും തൗബയുടെയും ഏറ്റവും ഭംഗിയുള്ള നിമിഷങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോ, ഇപ്പൊ ഏകദേശം പള്ളിയിലൊക്കെ 2 പള്ളി ഉൾഭാഗം നിറഞ്ഞതൊക്കെ ഒരു പള്ളിയുടെ മുക്കാലിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മാറ്റമേ നമ്മളിലുള്ളൂ എങ്കിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം നമുക്കൊക്കെ വരാനുണ്ട് എന്ന ഹൃദയത്തിലെ ചിന്ത നമ്മളെ ഇനിയും ഈ ലോകത്ത് ജീവിക്കാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബെ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അൻസുർ ലിഗസ്സ. റബ്ബേ, ലോകത്തിന്റെ നാനാഭാഗത്ത് ഏറെ ദുരിതപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട് നാഥ. ഇപ്പോൾ പ്രവാസ ലോകത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും നൽകി ഓരോരുത്തർക്കും സമാധാനമുള്ള ശാന്തമായ ജീവിതം നീ പ്രദാനം ചെയ്യണമേ നാഥ. മരിച്ചുപോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരുടെ സ്വർഗപ്രവേശനം എളുപ്പമാക്കാൻ പറ്റുന്ന ഒരു സ്വർഗീയ ജീവിതം ഖബറിൽ അവർക്ക് നീ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ നാഥ. കടബാധ്യതയിൽപ്പെട്ടവരുണ്ട്, ഹറാമായ ലോണ് പോലെയുള്ള വിഷയത്തിൽ അബദ്ധം കൊണ്ട് വിട്ടുപോയവരുണ്ട്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ബാധ്യതകൾ തീർത്ത് മരിക്കാൻ സാധിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളെ മക്കൾക്ക് വിദ്യാഭ്യാസം നേടാനും നല്ലൊരു മഈശത്തിലേക്ക് എത്താനും നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാനും സ്നേഹത്തോടെ പരസ്പരം കൂടി ജീവിച്ചു മരിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.